ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആവാനുള്ള പരിപാടിയിലാണ്. അതായത് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇന്ന് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് കൂട്ടുകാരൻ തന്നെയാണ് ചെയ്യുന്നത്. സലീമാണ്, ഞങ്ങൾ ഒന്നിച്ച് ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്നതാണ്. അവനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാണ് വീട്ടിൽ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൈമർ വാങ്ങിയിട്ടുണ്ട്. പ്രൈമറിന് നമുക്ക് വന്ന റേറ്റ് 2000 രൂപയാണ്. 2200 2000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലിപ്പോൾ മൊത്തം നമ്മൾ പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രണ്ടിൽ ഇനിയൊന്ന് സാൻഡർ അടിക്കാനുണ്ട്, ചെറിയൊരു മിനുക്ക് പണി ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ വശങ്ങളും ഓരോ കാര്യങ്ങളും ഇപ്പോൾ ജനലിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനൽ പൊളികൾ ഇവിടെ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട്. മൊത്തം വൈറ്റ് കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ വൈറ്റ് തീമിലാണ് ജനൽ പൊളികൾ മുഴുവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ വീടിൻ്റെ പുറമേ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പുറമേയുള്ള ഭാഗത്ത് മൊത്തത്തിൽ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ബോർഡറുകൾ മൊത്തം നമ്മൾ വൈറ്റ് തീമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മൾ എല്ലാം ഒരേ കളർ തന്നെ ആയിരിക്കണം. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഈ കമ്പിയും വൈറ്റ്, ഇത് വൈറ്റ്, ജനൽ പൊളിയും വൈറ്റ്, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്ലാസ്സുകൾ മാത്രം കളർ ഗ്ലാസ്സിലാണ് വരിക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ്, ഈ കാണുന്ന കളറുകൾ മൊത്തം ഇതൊക്കെ വൈറ്റ് കളറാണ് കൊടുക്കുക. അപ്പോൾ വൈറ്റും നമ്മുടെ ഈ വീടിൻ്റെ റെഡ് കളറും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി വൈബായിരിക്കും. ഒരു ചെറിയൊരു പോളിഷും കൂടി കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. ഇവിടെ ഓട് കാണും കേട്ടോ. ഈ ഓട് നമ്മൾ കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ അതേപോലെ ഈ ഭാഗത്തും ഇവിടുത്തെ ഈ ഓടും നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തും. അതായത് അവിടെ ഇതൊന്നുമില്ല, സീലിങ്ങോ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് അതേപോലെ തന്നെ നിലനിർത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഓടിൻ്റെ ഞാൻ ഇതിൻ്റെ മുൻപും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ വീടിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ സീലിങ്ങോ കാര്യങ്ങളൊന്നും വരില്ല. ഓട് നമ്മളിവിടെ ഇങ്ങനെ വെള്ളം വരുന്നത് തന്നെ അതേപോലെ തന്നെ കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ഓടുന്ന വെള്ളം ഓരോ തുള്ളി ചാടുന്നതും നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് ഇവിടെ ഒരു ചാര് കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, നല്ല വൈബായിരിക്കും. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞില്ലേ 10:30 സമയം. 10:30 രാവിലെ നല്ല ഇളം കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളിത് ചെടികളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വൈബ് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഫീല് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റാട്ടോ. ഈ ഭാഗത്തേക്കൊരു നല്ല മലയൊക്കെ കാണുന്നുണ്ട് അല്ലേ, നല്ല വ്യൂ ആയിട്ട് നല്ല സീനറിയാണ്. പലരും ചോദിച്ചിരുന്നു നമ്മളോട്, നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാടത്താണെന്ന് ചോദിച്ചിരുന്നു. പാടത്തല്ല, നമ്മുടെ വീട് നിൽക്കുന്നത് ഇത് തന്നെയാണ്, പറമ്പിലാണ്. കുറച്ചൊരു കുന്ന ഏരിയയിലാണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ജനലിൻ്റെ വർക്കുള്ള ഓരോ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മേശ ഇതൊക്കെ കുറച്ച് അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ചുമര് മൊത്തം പ്രൈമറാണ് അടിച്ചിട്ടുള്ളത്, വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടില്ല. വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ നമ്മൾ ചെയ്തു നോക്കാനൊരു പ്ലാനാണ്. ഒരുപാട് എക്സ്പെൻസ് ചെയ്യരുത്. ആദ്യം നമ്മളെ ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്, അനാവശ്യമായിട്ട് ഒരുപാട് എക്സ്പെൻസ് നമ്മൾ ചെയ്യാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് അവനോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മളെ കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 2000 രൂപയാണ് നമ്മൾ പെയിൻറ്റിന് വന്നിട്ടുള്ളത്. പെയിൻറ്റിൻ്റെ കാര്യം, പെയിൻ്റല്ല പ്രൈമർ, ഇതാണ് നമ്മുടെ പ്രൈമർ കേട്ടോ. പ്രൈമർ നെക്സോണിൻ്റെ പ്രൈമറാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊരു ചെറിയൊരു സ്റ്റെയിനറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാം. ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ മുകളിലത്തെ സീലിങ്ങിൻ്റെ ഒരു കോട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു കോട്ട് സീലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ ഓരോരോ ഘട്ടമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അതേപോലെ ഇതുവരെയുള്ള വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണും. പിന്നെ ഇതാണ് നമ്മുടെ ബേ വിൻഡോ കേട്ടോ. ബേ വിൻഡോൻ്റെ കാഴ്ച ഇതാണ്. മരത്തിൻ്റെ ഡിസൈനിൽ നമ്മൾ താഴത്ത് കൊടുത്ത അതേ ഡിസൈൻ തന്നെ. ടൈലിൻ്റെ ഒക്കെ കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ ടൈലൊക്കെ നമുക്ക് 29 രൂപ 50 പൈസയ്ക്കാണ് ഒരു ടൈല്, ഒരു
സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. അതേ ടൈൽ തന്നെയാണ് നമ്മളിവിടെ വാളിലൊക്കെ, അതായത് ബേ വിൻഡോയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ബേ വിൻഡോയിൽ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചാരിങ്ങനെ ഇരുന്ന് വല്ല ബുക്കൊക്കെ വായിച്ചിരിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. നല്ല ഇതിപ്പോൾ 5 അടിയുണ്ട്. ഈ ജനൽ 5 അടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജനലിൻ്റെ ബേ വിൻഡോൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷെൽഫ് വരാനുള്ള ഏരിയ ആണ്. ഇവരിപ്പോൾ സലീമൊക്കെ ചായ കുടിച്ച് വന്നിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ ഈ റൂമിൻ്റെ വർക്കാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് വേറെ അത് ഞാൻ പറയാൻ വന്നു, ഇത് വേറെ ഡിസൈനാണ്. ഇത് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഈ ടൈലിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് സൈഡ് മൂല പൊട്ടിയ ടൈലൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ മൂലയൊക്കെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ 150 രൂപ ഒരു ടൈലിന് മൊത്തത്തിൽ വരുള്ളൂ. 842, അതായത് 8 അടിയുള്ള ഒരു ടൈലിന് വരുള്ളൂ. ഇത് നമുക്ക് 8 അടീൻ്റെ ആവശ്യം ഇത് വരുന്നില്ല. ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് 1.25 അടീൻ്റെ അടുത്ത് ഇതിൻ്റെ വലിപ്പം വരുള്ളൂ, വീതി വരുള്ളൂ. ഹൈറ്റ് സെയിം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ മൂലയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ ബാധിക്കില്ല. ഇത് നമുക്ക് ഒരേ ഡിസൈൻ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് പുതിയത് വാങ്ങിയത് നമുക്ക് ഒരു പീസിന് 325 രൂപ ഒരു പീസിനായിട്ടുണ്ട്. അത് നമ്മൾ പൊട്ടിയത് വാങ്ങിയത് 150 രൂപ. പിന്നെ അതേപോലെ ഒരു ബേ വിൻഡോ കൂടി ഉണ്ട്. ആ ബേ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറൊരു ഡിസൈനാണ്. അതായത് അതിൽ നമ്മൾ താഴത്ത് നമ്മൾ സാധാ നമ്മുടെ ടൈലിൻ്റെ ഡിസൈൻ തന്നെ. അതേപോലെ ചുമരിൽ നമ്മൾ വേറെ കളറാണ്. ഇത് ഞാൻ പറഞ്ഞാൽ 150 രൂപയുടെ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.